ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളൊരു ടൂറിന് പോവുകയാണ്. തിരുവനന്തപുരം, വേളി, കന്യാകുമാരിയാണ് ടൂർ. പോകുന്ന സമയത്ത് കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, തിരിച്ചു പോരുമ്പോൾ സെക്കൻഡ് ഷോ കണ്ടിട്ട് വേണം പോരാൻ. ടീച്ചേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് നോക്കാം, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം, പുതിയ സിനിമ ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സിനിമ കാണാൻ തീരുമാനിച്ചു. ഉടനെ അതിനകത്ത് ജെസ്സി എന്ന് പ്രയറുള്ള ഒരു പെണ്ണുണ്ട്, ജെസ്സി പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, സിനിമാ തിയേറ്ററിൽ കയറുകയോ സിനിമ കാണുകയോ ചെയ്യുകയില്ലെന്ന്, അതുകൊണ്ട് ഞാൻ പോരുന്നില്ലെന്ന്. ഉടനെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, നീ പോകുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബസ്സിൽ ഇരുത്തിയിട്ട് പോരും. തിരുവനന്തപുരത്ത് ടൗണിൽ വന്ന് ആരെങ്കിലുമൊക്കെ നിന്നെ എടുത്ത് കൊണ്ടുപോയി കടലിൽ കൊണ്ടിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, എടി പേടിക്കൊന്നും വേണ്ട, നീ തിയേറ്ററിൽ കയറുമ്പോൾ കണ്ണടച്ചങ്ങ് ഇരുന്നാൽ മതി, പാസ്റ്ററിനെ കണ്ടു കഴിയുമ്പോൾ മിണ്ടാതിരുന്നേച്ചാൽ മതി, ഇത് കാര്യം പറയണ്ട, വീട്ടിൽ ആരോടും മിണ്ടണ്ട. അവൾ കരച്ചിലും തുടങ്ങി, നിലവിളിയും തുടങ്ങി. ഉടനെ ആൺപിള്ളേരെല്ലാം കൂടെ പുറകിൽ നിന്നുകൊണ്ട് ഇവളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെല്ലാം ഇവിടെ തലക്കെട്ടിഞ്ഞ് ഓടുക, നിനക്ക് സിനിമ കാണാമല്ലേ എന്നൊക്കെ പറഞ്ഞ് തലക്കിട്ട് ഞോടിയിട്ട് പോകും. ഇവിടെ ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ ചെന്നൊരു കൗൺസിലിംഗ് കൊടുക്കുക. എനിക്ക് അന്നേ കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിയുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടാനില്ല, ഇത് എയർ കണ്ടീഷൻ റൂമാണ്. എയർ കണ്ടീഷൻ സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് കണ്ണടച്ചിരുന്നാൽ അന്നേരം തന്നെ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് പേടിക്കാനായിട്ടൊന്നുമില്ല. അവസാനം തിരുവനന്തപുരത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയി. പ്രിയമുള്ളവർ, രാത്രി സിനിമ കാണാൻ വേണ്ടി തിരിച്ചു വന്ന് കയറുന്നിടം വരെ ഇവള് കരഞ്ഞ് കണ്ണെല്ലാം മൂക്കെല്ലാം വീർത്ത് ചുമന്ന് ചെവിയെല്ലാം ചുമന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ പറയും, എല്ലാവരും കൂടെ പറയാൻ തുടങ്ങി, ഈ മുടിയാനുള്ള ഈ പെണ്ണ് വന്നിട്ട് നമ്മുടെ മുഴുവൻ സന്തോഷം കെടുത്തിക്കളഞ്ഞ്, ഇവിടെ മോന്ത കാണുമ്പോൾ നമ്മുടെ സന്തോഷം തന്നെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ പീഡിപ്പിച്ചുകൊണ്ട്. പീഡനമല്ല, എന്നാലൊരു ഹരാസ്മെന്റാണ്. എന്തായാലും പ്രിയമുള്ളവര്, തിരിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? തിയേറ്റർ അടഞ്ഞു കിടക്കുക. ഞങ്ങൾ ചോദിച്ചു, സിനിമ തുടങ്ങിയോ? എന്നാൽ പറഞ്ഞു, AKG സെന്ററിട്ട് ആരോ കല്ലെറിഞ്ഞ്. ഇന്ന് 12 മണി മുതൽ നാളെ 12 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൗണ് വിടാം, ഇല്ലെങ്കിൽ നാളെ 12 മണിക്ക് തിരുവനന്തപുരം ടൗണിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് പോകോളാൻ പറഞ്ഞു. പൈസയും മേടിച്ചുകൊണ്ട് അവിടുന്ന് ഒരു പോരിച്ച് പോകുന്നിട്ട് പ്രിയമുള്ള ഒരു കൊട്ടാരക്കാരെ വന്നിട്ടാണ് പിന്നെ വണ്ടി ഔട്ടിയത്. എനിക്കന്ന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ തിരുവചനങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയും 1000 പേര് അപ്പുറത്ത് എതിരായി ക്രിസ്തുവിന്റെ വചനത്തിനും നാമത്തിനും എതിരായി നിൽക്കുകയും ചെയ്താൽ എത്ര ദുർബലനാണെങ്കിലും ആ വ്യക്തി ജയിച്ചിരിക്കും, ആ വ്യക്തി വിജയിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ആ വ്യക്തി ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പിതാവായ ദൈവത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. കടബാധ്യത വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, മറ്റുള്ളവർ തള്ളിപ്പറയട്ടെ, സൽപ്പേര് പോട്ടെ, എല്ലാം പോട്ടെ, ഒന്നും പറ്റാൻ പോകുന്നില്ല.